വേൾഡ് കപ്പ് ഫുട്ബോൾ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നലെ അർജന്റീന ജയിച്ച് ഇംഗ്ലണ്ടിനോട്. ഇതിന് മുമ്പത്തെ കളിയൊക്കെ അർജന്റീന എല്ലാവരും കണ്ടാണല്ലോ. പിന്നെ ചെറിയ ടീമിനോട് ജയിക്കുന്ന പ്ലേയേഴ്സൊന്നും ഫോമിലില്ല, കഷ്ടിച്ചാണ് രക്ഷപ്പെടുന്നതൊക്കെ പറഞ്ഞ് അർജന്റീന എല്ലാവരും കുറച്ച് താഴ്ത്തിയായിരുന്നു. പക്ഷെ ഇന്നലത്തെ കളി കണ്ട ആരും അർജന്റീന കുറ്റം പറയാനോ ഒന്നുമില്ല. അതുപോലത്തെ കളിയായിരുന്നു. 85ാമത്തെ മിനിറ്റ് വരെ ഒന്നും തോറ്റുന്ന അർജന്റീന അവസാനത്തെ ഒരു 10-15 മിനിറ്റുള്ള കളി വേൾഡ് ചാമ്പ്യൻ ആ കളിയാണ് അവർ കളിച്ചത്. ഒരു പറയാനോ മറ്റുള്ള ഫാൻസിനൊന്ന് കളിയാക്കാനോ പറയാനോ പെനൽറ്റി അങ്ങനെയുള്ള എന്താ വെച്ചാൽ പെനൽറ്റി കിട്ടിയാൽ പോലും ട്രോളിന് ഒരുപാട് ട്രോൾ കണ്ടതാണ്. എത്ര നല്ല പെനൽറ്റി കൊടുത്താലും പറയും അത് റെഫറി ഒത്ത് കളിച്ച് വിഫോത്ത് കളിച്ച്. പക്ഷെ ഇന്നലെ പറയാനുള്ള ഒരു അവസരം ഒന്നുമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള മെസ്സേജ് ഇതുവരെ ആരും കണ്ടിട്ടില്ല. അപ്പോൾ നല്ല കളിയാണെങ്കിൽ ആരും അംഗീകരിക്കണം. ഫുട്ബോൾ പ്രേമികളാണെങ്കിൽ നല്ല കളിയൊക്കെ അംഗീകരിക്കണം. അങ്ങനെ എല്ലാ കളിയും കുറ്റം പറയാൻ കഴിഞ്ഞാൽ നമുക്ക് കളിയോടുള്ളൊരു രസം ഉണ്ടാവില്ല. അപ്പോൾ അർജന്റീന കളിച്ച കളി നല്ല സൂപ്പറായിട്ട് കളിച്ച കളിയാണ്. അവർ ജയിക്കാൻ വേണ്ടി തന്നെ കളിച്ചതാണ്. അവസാനത്തെ 20 മിനിറ്റ് 15 മിനിറ്റൊക്കെ കളി കണ്ട എല്ലാവർക്കും അറിയാം. നല്ല കളിയാണ് അർജന്റീന. ഒരു മിസ്റ്റേക്കും വരുത്തിയില്ല. മെസ്സിയുടെ കളിയാണെങ്കിലും എൻസോയുടെ കളിയാണെങ്കിലും എല്ലാം നന്നായി കളിച്ച്. എൻസോയുടെ ആദ്യത്തെ ഗോളൊക്കെ കിടിലൻ ഗോളാണ്. രണ്ടാമത്തെ മെസ്സിയുടെ ക്രോസിൽ നിന്നുണ്ടായ മാർട്ടിനസ് നേടിയ ഗോളൊക്കെ നല്ല സൂപ്പർ ഗോളാണ്. പക്ഷെ ശരിക്കും കളിച്ച് തന്നെ ജയിച്ചാണ് അവർ. അല്ലാണ്ട് ഇപ്പോൾ റഫറിയൊക്കെ ഫോൾ വിളിച്ചാൽ അർജന്റീനയ്ക്ക് വേണ്ടി ഒരു ഫോൾ വിളിച്ചാലൊക്കെ പറയും ഒത്ത് കളി അതായതൊക്കെ. പക്ഷെ അങ്ങനെയൊന്നും വേൾഡ് കപ്പിലൊന്നും ആർക്കും അങ്ങനെ കളിക്കാനൊന്നും പറ്റില്ല. അതൊക്കെ വെറുതെ ഒരു ഫാൻസ് ഉണ്ടാക്കുന്ന ഓരോ പ്രചരണങ്ങൾ മാത്രമാണ്. അല്ലാണ്ട് ഫിഫ ഒത്ത് കളിക്കുന്നത്, റഫറി ഒത്ത് കളിക്കുന്നത് ഒക്കെ വെറുതെ ഉണ്ടാക്കി പറയുന്ന ഓരോ ഫാൻസൊക്കെ. ഫാൻസൊക്കെ മാറ്റി വെച്ച് കളി കാണും വേൾഡ് കപ്പിൻ്റെ. അപ്പോൾ നെഗറ്റീവ് മാത്രം കാണേണ്ട, അതിൻ്റെ പോസിറ്റീവായി കണ്ട് കളി ആസ്വദിക്കണം. അപ്പോൾ ഇന്നലത്തെ കളിയിൽ ആർക്കും ഒരു നെഗറ്റീവ് പറയാനില്ലാത്തതുകൊണ്ട് കളിനെ ആരും കുറ്റം പറഞ്ഞില്ല. പിന്നെ മുമ്പത്തെ കളിയൊക്കെ കണ്ടല്ല എല്ലാവരും എന്തൊക്കെ കുറ്റങ്ങളാണ് പറയുന്നത്. കൈ കൊണ്ട് ഇട്ടി, കാലുകൊണ്ട് ഫോർവേഡ് കളിച്ച് കൊടുത്തില്ല. അർജന്റീനയ്ക്ക് സപ്പോർട്ട്, അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കുന്ന റഫറി. അപ്പോൾ കളി നമ്മൾ ആസ്വദിച്ച് കാണും. ഒരു സൈഡ് ഒരു ടീമിനെ മാത്രം നമ്മൾ ടാർഗറ്റ് ചെയ്ത് അവരെ കുറ്റം പറയാണ്ട് മാത്രം കളി കാണാത്തത്. എല്ലാവരും കളി ആസ്വദിക്കണം. നല്ല കളിയാണ് ഇപ്പോൾ വേൾഡ് കപ്പിൽ നിന്ന് കളിച്ച. അതിന് മുമ്പത്തെ സെമിഫൈനൽ ആണെങ്കിലും ഫ്രാൻസ് സ്പെയിനൊക്കെ നല്ല അടിപൊളി കളിയാണ്. വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ 4 വർഷത്തിന് ഒരിക്കലേ ഉള്ളൂ. ഇപ്പോൾ ഒരുപാട് ലേറ്റായിട്ട് നമുക്ക് കാണാൻ. അപ്പോൾ ആ വേൾഡ് കപ്പൊക്കെ സമയത്ത് നമുക്ക് കാണുമ്പോൾ ആ കളി നല്ലോണം ആസ്വദിക്കണം. നല്ല കളിച്ച ടീമിനെ പ്രോത്സാഹിപ്പിക്കണം. കുറ്റം മാത്രം പറഞ്ഞ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു കളിനോടൊരു താല്പര്യം പോകും. നമുക്കൊരു ഫുട്ബോളിനോടുള്ളൊരു ഇത് കുറയും. എല്ലാവരും നല്ല കളിയാണെങ്കിലും ഏത് ടീമാണെങ്കിലും അഭിപ്രായം പറയാം. അർജന്റീനയുടെ കളിയായിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ അടുത്ത കളി